ഓം ശാന്തി. ഇന്ന് ജനുവരി 18, പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഫൗണ്ടർ ഫാദർ പ്രജാപിത ബ്രഹ്മാവിൻ്റെ പുണ്യസ്മൃതി ദിനമാണ്. 1936 ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന മഹാജ്ഞാന യജ്ഞത്തിന് തുടക്കം കുറിക്കാൻ പരമാത്മാവിൻ്റെ വലങ്കയ്യായി മാറിയ ബ്രഹ്മബാബ എന്ന് ഈശ്വരീയ പരിവാരത്തിൽ എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ബ്രഹ്മബാബയുടെ സ്മൃതി ദിനമാണ്. ഇന്ന് ഓർമ്മ വരുന്നത്, ഒരിക്കല് ഒരു കടയിൽ ശ്രീലക്ഷ്മി ശ്രീനാരായണന്റെ ചിത്രം വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അതിൽ ശ്രീലക്ഷ്മി നാരായണന്റെ കാല് തടവി കൊടുക്കുന്ന പോസിലുള്ള ഒരു ചിത്രമാണ് ഉണ്ടായിരുന്നത്. ആ ചിത്രം കണ്ടതും ബ്രഹ്മബാബ ആ ചിത്രത്തിൻ്റെ ഇടയിൽ ആർട്ടിസ്റ്റിന്റെ പേര് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ആർട്ടിസ്റ്റിനെ പോയി തേടി കണ്ടെത്തി റിക്വസ്റ്റ് ചെയ്തു, ഇപ്രകാരം ശ്രീലക്ഷ്മിയെ ശ്രീനാരായണന്റെ കാല് തടവുന്ന രീതിയിലുള്ള ചിത്രത്തിൽ നിന്ന് മാറ്റൂ. ശ്രീലക്ഷ്മിക്കും ശ്രീനാരായണനും ഒരേ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള ചിത്രം വരയ്ക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1936 കാലഘട്ടം, ഇന്നേക്ക് 89 വർഷങ്ങൾക്ക് മുമ്പ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലെ നാരീശക്തിക്ക്, അമ്മമാർക്കും പെൺകുട്ടികൾക്കും അവരെ പ്രതി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഭാവന ഇന്ന് നമ്മൾ നാരീശക്തിയെ പ്രതി, വിമൻ എംപവർമെന്റിനെ പ്രതിയെല്ലാം വളരെയധികം ഗവൺമെന്റും മറ്റ് എല്ലാവരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നാരീശക്തിയെ പ്രതി ഇത്രയും സ്നേഹാദരവുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബ്രഹ്മബാബ. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് അദ്ദേഹം ഈ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപനയ്ക്ക് ശേഷം ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് അമ്മമാരെയും പെൺകുട്ടികളെയും മുൻനിരയിൽ നിർത്തി. കാരണം അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. എങ്ങനെയാണോ ഒരു കുടുംബത്തിന്റെ നടത്തിപ്പില് ഒരു മാതാവിന്റെ സ്ഥാനം, പറയാറുണ്ടല്ലോ, കുടുംബത്തിലൊരു മാതാവ് ഒരു വിളക്ക് പോലെയാണ്. കുടുംബത്തിലെ അച്ഛനെയും മക്കളെയും കുടുംബ വ്യവസ്ഥിതിയെ എല്ലാം പരിപാലിച്ചു പോകുന്ന ആ മാതാവിന്റെ കഴിവ്, സ്ത്രീകളിലെ പെൺകുട്ടികളിലെ കഴിവ്, അവരിലെ സ്നേഹം, കരുണ, സഹനശക്തി, സർവരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവ്, എല്ലാവരോടൊപ്പം ചേർന്ന് പോകാനുള്ള കഴിവ്, ഒരമ്മയുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി, അവരുടെ നേതൃത്വ പാടവം, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്ത്രൈണ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആ ഗുണങ്ങളെയെല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിന് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക്, നേതൃത്വ സ്ഥാനത്തിലേക്ക് അമ്മമാരെയും പെൺകുട്ടികളെയും മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആത്മീയമായ സാമൂഹിക സേവനം ചെയ്തു. അന്ന് വിദ്യാഭ്യാസത്തിന് പോലും പെൺകുട്ടികളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ സമയത്ത് ആധ്യാത്മികത പോലും പുരുഷ മേധാവിത്വത്തിന്റെ കൈകൾക്കുള്ളിൽ മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തില് ആധ്യാത്മിക രംഗത്ത് സ്ത്രൈണ ശക്തിയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു ബ്രഹ്മബാബ. അതുകൊണ്ട് ഇന്ന് ഈ സ്മൃതി ദിനത്തില്, ബ്രഹ്മബാബയുടെ സ്മൃതി ദിനത്തില്, നിങ്ങൾക്ക് എല്ലാവരോടും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ആധ്യാത്മിക ജീവിത മാർഗത്തില് ബ്രഹ്മബാബയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അദ്ദേഹം നമ്മളെല്ലാവരിലെയും, പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളിലെ അമ്മമാരിലും, ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഷീ എന്ന് എഴുതുമ്പോൾ SHE എന്നാണ് എഴുതുക. ആ ഷീയിലെ ഹിയെ കണ്ടെത്തിയ ആളായിരുന്നു അദ്ദേഹം. ഹി അർത്ഥം പുരുഷൻ. നമ്മൾ എല്ലാവരിലും പുരുഷനുണ്ട്, ആത്മാവുണ്ട്. ബാക്കി സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന
ജെൻഡർ, ലിംഗഭേദം എന്ന് പറയുന്ന കേവലം നമ്മുടെ ശരീരമാകുന്ന വസ്ത്രത്തിന്റെ വ്യത്യാസം മാത്രമാണ്. പക്ഷേ നമ്മളിൽ എല്ലാവരിലും ഉള്ളത് ആത്മചൈതന്യമാണ്. അത് ശരീരം കൊണ്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ വസ്ത്രത്തെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ശക്തി, ഫോഴ്സ് ആത്മാവിലെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാക്തീകരണം, ആത്മീയമായ ശാക്തീകരണമാണ് ആവശ്യം. അത് സ്ത്രീക്കും പുരുഷനും എല്ലാം ആവശ്യമാണ്. ആത്മീയ ശാക്തീകരണം അർത്ഥം ആത്മാവിലുള്ളത് ഗുണങ്ങളാണ്, ശക്തികളാണ്, വിവേകമാണ്. അതുകൊണ്ട് ഉണരേണ്ടത് നമ്മുടെ വിവേകമാണ്, ഉണർത്തേണ്ടത് വിവേകശക്തിയാണ്, എംപവർ ചെയ്യേണ്ടത് ശക്തികളാണ്, ഗുണങ്ങളാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. അവിടെയാണ് രാജയോഗം എന്ന വിദ്യ മാനവരാശിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഈ മഹാജ്ഞാന യജ്ഞത്തിലൂടെ 145 രാജ്യങ്ങളിലും നാരീശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രഹ്മബാബ ഈ വിശ്വവിദ്യാലയത്തിലൂടെ ആധ്യാത്മിക സാമൂഹിക സേവനം ചെയ്ത് ഭാരതീയമായ ഈ സംസ്കൃതി, ദൈവിക സംസ്കാരത്തെ, ശ്രേഷ്ഠ സംസ്കാരത്തെ ഉണർത്താൻ, അത് നാരിയിലും നരനിലുമുള്ള ശാക്തീകരണം നടത്താൻ ബ്രഹ്മബാബ നാരീശക്തിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലെ ആ ശക്തികളെ തിരിച്ചറിഞ്ഞ്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, നമ്മുടെ ഇന്നർ പവർ, ഇന്നർ സ്ട്രെങ്ത്, നമ്മളുടെ വാല്യൂസ്, നമ്മളുടെ വിവേകത്തെ തിരിച്ചറിഞ്ഞ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നവരായി മാറാൻ കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിലും മാത്രമല്ല അനേകരുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ശ്രേഷ്ഠ സങ്കല്പം സമർപ്പിക്കുന്നു. ഓം ശാന്തി.